ഈ അഭേദാനന്ദാശ്രമത്തിൻ്റെ ജീവനാഡിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് അഖണ്ഡനാമവേദി. ഈ ഫെബ്രുവരി ആകുമ്പോൾ 70 വർഷം തികയുന്നു. ഈ മന്ത്രം ഇതുവരെ നിന്നിട്ടില്ല. ഈ തമ്പുരുമേന്തി ഒരാളിങ്ങനെ ദീപപ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഇത് കലിസന്ധരണോപനിഷത്ത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കലി ബാധിച്ചു. അത് കണ്ടിട്ട് ദുഃഖിതനായ നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മാവിനോട് പോയി ചോദിക്കുന്നു, ജനങ്ങളുടെ ദുഃഖത്തിന് ഒരു അറുതി വരുത്താൻ എന്താണ് ഒരു ഉപായം? ആ സമയത്ത് ബ്രഹ്മദേവൻ തൻ്റെ മാനസപുത്രനായ നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് കലിസന്ധരണോ ഉപനിഷത്ത്. 8 ഹരിനാമങ്ങളും 4 രാമനാമങ്ങളും 4 കൃഷ്ണനാമങ്ങളെയും കൂടെ ചേർത്ത് 16 മന്ത്രങ്ങളായി ചേർത്ത് കലിയുടെ ദോഷം മുഴുവൻ നശിക്കുന്നതിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട് ശാന്തി മന്ത്രമായിട്ട് കലിസന്ധരണോപനിഷത്ത് ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷി തൻ്റെ തമ്പുരുവുമേന്തി ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാനായിട്ട് നടന്നു. അദ്ദേഹത്തിൻ്റെ പ്രേരണയിലാണ് അടുത്ത അവതാരമായിട്ട് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ അവതരിക്കുന്നത്. അദ്ദേഹം തൻ്റേതായ ഭാവം, തൻ്റെ ഭാവം എന്ന് പറയുമ്പോൾ രാധാഭാവത്തിലാണ് ചൈതന്യ മഹാപ്രഭു വർത്തിച്ചത്. അപ്പോൾ അദ്ദേഹം രാധാമന്ത്രം എന്ന രൂപേണ ഈ മന്ത്രത്തെ തിരിച്ചു പറഞ്ഞു തന്നു. തിരിച്ചു പറഞ്ഞാലും മന്ത്രം ഒരേ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഏത് അവസാനം ഏത് എന്നുള്ളതില്ല. അപ്പോൾ അദ്ദേഹം പ്രചരിപ്പിച്ചത് ഉത്തരേന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക്. അതിൻ്റെ അടുത്ത അവതാരമാണ് ശ്രീ അഭേദാനന്ദ സ്വാമി തിരുവടികൾ. അദ്ദേഹം തെക്ക് നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ഈ മഹാമന്ത്രത്തെ പ്രചരിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭു രാധാഭാവത്തിൽ രാധാമന്ത്രമാക്കി ഇതിനെ പറഞ്ഞതാണ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് അഭേദാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുവായ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ സമാധി കൊല്ലത്ത് പന്മനാശ്രമത്തിലാണ്. ആ ആശ്രമത്തിലെ ശിവപ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രത്തിൽ നിന്ന് ആരതി നടത്തിയിട്ട് അതിൽ നിന്ന് 1955 ഫെബ്രുവരി 24-ാം തീയതി ആരതിയിൽ നിന്ന് പകർന്നു കിട്ടിയതായ ഗുരു ചൈതന്യം, ആ ഭാവം, ആ തേജസ് അവിടെ നിന്ന് ആലോചിക്കണം. അന്നത്തെ കാലത്താണ് ദീപം അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഈ നാമവേദിയിൽ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സപ്തമാതാക്കളും 33 കോടി ദേവതകളും ഈ ദീപത്തെ വണങ്ങുന്നു എന്ന് ദേവപ്രശ്ന സമയത്ത് പറയുകയുണ്ടായി. ഇവിടെ അടുത്ത് തന്നെ ഒരു ദേവിയുണ്ട്. ദേവിക്ക് രാത്രി സഞ്ചാരമുണ്ട്. പക്ഷെ അമ്മ ഇതിന്റെ മുമ്പ് വന്ന് തല കുനിച്ചിട്ട് ഇതിന് പ്രദക്ഷിണമായിട്ടേ പോകുന്നു, ഇതിനെ മറികടന്ന് പോകുന്നില്ല. അപ്പൊ അത്രത്തോളം പവർ നമുക്ക് അദൃശ്യമായ ദേവശക്തികളും സിദ്ധന്മാരും ഗന്ധർവന്മാരും എല്ലാവരും ഇവിടെ നിത്യസാന്നിധ്യം ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആഞ്ജനേയ സാന്നിധ്യമാണ്. ആഞ്ജനേയന് ക്ഷേത്രം ഇവിടെ ഉണ്ട്, പൂജയൊക്കെ അവിടെ ഏൽക്കുന്നുവെങ്കിലും അദ്ദേഹം നിത്യസാന്നിധ്യം ചെയ്യുന്നത് ഈ നാമവേദിയുടെ മുന്നിലാണ്. ഈ ആശ്രമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹരേ രാമ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഇവിടെ എത്തുന്നവർക്ക് അഖണ്ഡ ജ്യോതി എന്നുള്ളത് എപ്പോഴും ദർശനമാണ്. പക്ഷേ എല്ലാവർക്കും പറ്റില്ല. മനുഷ്യാണ സഹശേഷു കച്ചിത് രഥതി സിദ്ധയെ. ഇതിന്റെ മുന്നിൽ കൂടെ ഒരു 5 നിമിഷം നിന്നാൽ 10,000 ചിൽവാനം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷേ അതിൽ 100 പേർക്ക് പോലും ഇതിനകത്ത് കയറി വരാൻ സാധിക്കുന്നില്ല. അതിൽ 10 പേർക്ക് പോലും ഇവിടെ വന്നാലും നാമവേദിക്ക് അടുത്തെത്താൻ പറ്റുന്നില്ല. അതിൽ ഒരാൾക്ക് പോലും വന്ന് 1 മണിക്കൂർ ഇവിടെ ജപിക്കാൻ സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ ലോകം കാണുന്ന ഏറ്റവും വലിയ സയൻസിന്റെ ഒരു കണ്ടുപിടുത്തമാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മൊബൈൽ എന്നുള്ളത്. പക്ഷേ മൊബൈൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് ചാർജ് ചെയ്യണം, ചാർജർ വേണം. ഇതുപോലെ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ചാർജറാണ് ഈ നാമവേദി. അപ്പോൾ ഇവിടെ വന്ന് 1 മണിക്കൂർ ജപിച്ച് നമ്മൾ ചാർജ് ചെയ്താലേ ജീവിതം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മനുഷ്യ ജീവിതം കിട്ടുന്നത് അതിദുർലഭം എന്ന് വേദങ്ങളൊക്കെ ഘോഷിക്കുന്നു. അപ്പോൾ മനുഷ്യജന്മത്തെ മനുഷ്യജന്മമാക്കി തീർക്കുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹം വേണം. ഇത് ഗുരു നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്നിധിയാണ്. ചട്ടമ്പിസ്വാമിയുടെ ആ സമാധിയിൽ നിന്ന് കൊണ്ടുവന്ന് വെളുത്ത ദീപത്തിൽ ഗുരുപൂജയും വിഷ്ണു പൂജയും ദേവീ പൂജയും നടക്കുന്നുണ്ട്. അങ്ങനെ ത്രിമൂർത്തി സങ്കല്പം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരു മഹത്തായ യജ്ഞമാണ് ഇവിടെ നാട്ടിൽ. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതിന്റെ പൂർണ്ണഭാവം ഇവിടെ നമുക്ക് കാണുന്നു. സകല വേദങ്ങളുടെയും ശ്രുതികളുടെയും ഉപനിഷത്തുകളുടെയും സാരമാണ് നമ്മൾ ഈ കേൾക്കുന്ന ഹരേ രാമ മന്ത്രം. അപ്പൊ ഇത് നമ്മൾ എത്രത്തോളം ജപിക്കുമോ, എത്രത്തോളം കേട്ടാലും അതിന്റെ പുണ്യം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. കാരണം എന്താണ്? അഗതനീയമാണ്, അലിഖിതമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കില്ല. മന്ത്രത്തിന്റെ ശക്തി എന്തെന്നറിയണമെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നാമവേദി സദ്ഗുരു അഭേദാനന്ദ സ്വാമി തിരുവികൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഗുരു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ എഴുതിയ വേദാധികാര നിരൂപണം എന്നതിന്റെ കർമ്മ പദ്ധതിയാണ് ഈ നാമവേദിയിൽ കാണുന്നത്. എല്ലാവരെയും ജാതി മതഭേദ അത് പ്രായമൊന്നുമില്ല, എല്ലാവർക്കും വന്ന് ഈ നാമവേദിയിൽ ജപിച്ച് ജന്മസാഫല്യം നേടണം. നമ്മൾ ജപിക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടല്ല, ലോകശാന്തിക്ക് വേണ്ടിയിട്ടാണ് ഈ മന്ത്രങ്ങളുടെ ശക്തി പ്രസരിക്കുന്നത്. ഈ ലോകം മുഴുവൻ ഇങ്ങനെ ഈ നാമത്തിന്റെ ധ്വനി മുഴങ്ങും.